അതായത് ഒരു ഹിന്ദു ഫീമെയിലിൻ്റെ മൊത്തം പ്രോപ്പർട്ടിയും അവർ കാറ്റഗറി ചെയ്തിരിക്കുന്നത് 2 ക്ലാസ് ആയിട്ടാണ്. ഒന്ന് അവരുടെ എല്ലാ പ്രോപ്പർട്ടിയും, എല്ലാ ജനറൽ പ്രോപ്പർട്ടിയും ഇൻക്ലൂഡിങ് സെൽഫ് ഏൺഡ്. വേറൊരു പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫാദറിൽ നിന്നോ അവരുടെ മദറിൽ നിന്നോ ഇൻഹെറിറ്റ് ചെയ്താവാം, ഇല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്താവാം. ഇതാണ് സെക്കൻഡ് കാറ്റഗറി. ഒന്ന് ജനറൽ പ്രോപ്പർട്ടി, അനദർ വൺ ഈസ് ബേസിക്കലി ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ ജനറൽ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 15 സബ്സെക്ഷൻ 1 പറയുന്നത്. അതിൽ പറയുന്നത് ഒരു ഹിന്ദു വുമൺ ഇഫ് ഷീ ഡൈ, അതായത് ഒരു ഹിന്ദു വുമൺ മരിക്കുന്നു വിൽ എഴുതാതെ, അതിന് പറയുന്നത് ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത്. വിൽ എഴുതാതെ ഒരാൾ മരിക്കുന്ന സമയത്ത് ആദ്യം പ്രോപ്പർട്ടി പോകുന്നതിൻ്റെ കാറ്റഗറിയാണ്. ആരൊക്കെയാണ് അതിൻ്റെ ലീഗൽ ഹെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പോകുന്നത് ഹസ്ബൻഡിനും കുട്ടികൾക്കും. ഹസ്ബൻഡും കുട്ടികളും ഇല്ലെങ്കിൽ ലീഗൽ ഹെയർ ഓഫ് ദ ഹസ്ബൻഡ് എന്നാണ്. അത് ലീഗൽ ഹെയർ ഓഫ് ദ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ആരൊക്കെയാണ് ലീഗൽ ഹെയർ? അമ്മ, അച്ഛൻ, അവരുടെ സിബ്ലിങ്സ്, ആ ഒരു കാറ്റഗറി. അതൊരു വലിയൊരു വൈഡർ ആയിട്ടുള്ള കാറ്റഗറിയാണ്. ആ ഹസ്ബൻഡിൻ്റെ ലീഗൽ ഹെയർ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തേർഡ് കാറ്റഗറിയിൽ നമ്മുടെ ഈ മരിച്ച ഫീമെയിലിൻ്റെ അച്ഛനും അമ്മയൊക്കെ പിക്ചറിൽ വരുന്നത്.